മഴയാണ്, എല്ലായിടത്തും വെള്ളം മുന്തി കിടക്കുകയാണ്. നമ്മുടെ ഫോണിന് ഫുൾ ഡാമേജും കാര്യങ്ങളും വരണോണ്ടും പിന്നെ സ്ട്രൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഇപ്പോൾ പൊതുവെ അവരുടെ മീനുകളുടെ സമയമായതുകൊണ്ട് നമ്മളവരെ ശല്യം ചെയ്യാനുള്ള. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതായിരിക്കട്ടെ. നമ്മുടെ പുതിയൊരു റോഡിൻ്റെ വീഡിയോ ആണ്, ഗോസ്റ്റ് ബ്ലേഡ് എന്നുള്ളൊരു റോഡിൻ്റെ വീഡിയോ. അതിൻ്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ആണെന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ, നമുക്കൊരു 900 ഗ്രാമുള്ള സൈസ് ഒരു ബ്രാലടിച്ചിട്ടുണ്ട് കേട്ടോ. ഷാഡിലടിച്ചേക്കണേ കേട്ടോ. ഷാഡാണ് ചെറുതന്നെ, എണ്ണാക്കിലാണ്. ഫൈറ്റ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് വലിച്ചെടുത്തുകൊണ്ട് കോട്ടയും കിടന്നില്ല. ഇതാണ് ഷാഡ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ, വെൽക്കം ടു മൈ ചാനൽ സൈക്കിൾ ഡിസോസ്. അപ്പോൾ അതേ ഗോസ്റ്റ് ബ്ലേഡ് ഇന്നലെ വന്നായിരുന്നു. നമ്മളത് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രിയായി പോയി. ഇന്നലെ നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോൾ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വർക്കിന് പോയ ടൈമായി നമ്മൾ ബാഗ് എടുത്തിട്ട് അപ്പോൾ തന്നെ കയറി വിടാം. അപ്പോൾ ഇതാണ് റോഡ്. നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ മഴ തുടങ്ങി. കറക്റ്റ് 10 മിനിറ്റ് ഗ്യാപ്പിട്ട് മഴ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫോണിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളം വീണ അപ്പം തന്നെ ഇതിന് ജലദോഷം വരും. അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല. റോഡ് അത്യാവശ്യം കാസ്റ്റ് ചെയ്ത് നോക്കി. ആരും ചെയ്യാത്ത പോലെ നമുക്ക് ലൈറ്റ് സാധനങ്ങളുണ്ട് ഞാൻ കാസ്റ്റ് ചെയ്തു. 4 ഗ്രാമിൻ്റെ 6 ഗ്രാമിൻ്റെ ഒക്കെ തായിയൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൗണ്ട് കാസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റോഡിൽ ഒരു എക്സ്ട്രാ ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് നമ്മുടെ ഗോസ്റ്റിൽ നിന്ന് തന്നെ വന്നേക്കണേ കേട്ടോ. എന്തായാലും ഒരു കസ്റ്റമറോട് പോലെ എനിക്ക് ഫീൽ ചെയ്തത് വേണ്ട. ഓൾറെഡി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തേക്കാം കേട്ടോ. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് അവരുടെ എക്സ്ട്രാ ടിപ്പാണ്, ഹെവി ടിപ്പ് കേട്ടോ. ഹെവി ടിപ്പ് നമുക്ക് വല്ല വാഹയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രാലിന് വേണ്ടിയാണ് പോയത്. വാഹയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് ഷോഗുൺ. ഇതാണ് കേട്ടോ ആ ടിപ്പ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള ടിപ്പാണ്. വാഹക്ക് അടിക്കാൻ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് 8 ഗൈഡോളം ഉണ്ട് കേട്ടോ. ഒരു സെക്ഷനിൽ മൊത്തം നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ 8 ഗൈഡോളം ഉണ്ട്. നല്ല സപ്പോർട്ട് കിട്ടും. വലിച്ച് പറിച്ച് പൊക്കിയും കൂടെ എടുക്കുക ചണ്ടിയുടെ ഇടുന്നതാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഒരു മീഡിയം വെയിറ്റ് ഉള്ളത്. ഡീറ്റെയിൽസ് എത്ര ഗ്രാമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ലോ വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ റീൽ ഇത്തിരി വെയിറ്റ് ഉണ്ട്, 230 ഗ്രാംസ് ആയിട്ട് വെയിറ്റ് ഉണ്ട്. ഇത് ടാക്കുകാനാന്ന് പറഞ്ഞാൽ റീലാണ്, അതാണ് നമ്മൾ ഇതിലൂടെ പെയർ ചെയ്ത്. ഈ റോഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. ലെങ്ത്ത് 2.1 എന്ന് പറയുമ്പോൾ 7 അടി. ലൂർ വെയിറ്റ് 10 to 40 ഗ്രാം. ലൂർ വെയിറ്റ് MH ടിപ്പിൻ്റെയാണ് പറയണേ. 20 to 60 ഗ്രാം നമ്മുടെ H ടിപ്പിൻ്റെ. പിന്നെ ലൈൻ വെയിറ്റ് 12 to 22 LB ആണ് MHൻ്റെ. 16 to 30 LB ആണ് Hൻ്റെ കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് വന്നേക്കണം. അത്യാവശ്യം നമുക്കൊരു നല്ലൊരു അടിപൊളി ഇതാണ്, നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കണം. ഇതിൻ്റെ ഡിസൈൻസിലും ഇതിൻ്റെ ബട്ടും കാര്യങ്ങളും ഹാൻഡിലും എല്ലാം ഒന്നും പറയാനില്ല. അത്യാവശ്യം ബാക്കിലേക്ക് നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ഹുക്കപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അത് അവർ ഡിസൈൻ ചെയ്തേക്കണം. പിന്നെ ഇതിൻ്റെ ഭംഗിയിലല്ല, ഇതിൻ്റെ പെർഫോമൻസ് ഓൾറെഡി വീഡിയോയിൽ ഞാൻ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 ഗ്രാമൊക്കെ പൊതുവെ ആരും അറിയാത്ത കേസാണ്. 4 ഗ്രാമൊക്കെ ബെയ്റ്റ് കാസ്റ്റിങ്ങിൽ 4 ഗ്രാം എറിഞ്ഞിട്ട് പോലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. 4 ഗ്രാമിലാണ് മീൻ അടിച്ചേട്ടാ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഇട്ട് വരാം. ഓക്കെ, അപ്പോൾ അതേ കോസ്റ്റ് ബ്ലേഡ് ഇട്ടാൽ നമ്മൾ ചെറിയൊരു ഷാഡ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കുഞ്ഞു ഷാഡ് 4 ഗ്രാം വെയിറ്റ് അല്ലേ. പ്രൊഗിയുടെ ബ്രൈഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മൾ ചെറിയ വെയിറ്റ് ഉള്ളത് 6 ഗ്രാമുള്ള ഒരു ചെറിയ തായി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ 6 to 8 ആ റേഞ്ചിലുള്ള തായി തന്നെയാണ് അറിയാറ്. അന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ മഴ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാമറ പെട്ടെന്ന് ഫോഗ് അടിഞ്ഞുകൊണ്ടിരുന്നുണ്ട് കൂടുതൽ കാസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതേ നമ്മൾ ഒരു 4 ഗ്രാമിൻ്റെ ഷാഡാണ് റോഡിൽ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു.
അത്യാവശ്യം ഒരു 800 ഗ്രാമുണ്ട്, വലിപ്പമുള്ളത്. ഓക്കെ, ഷാഡ എവിടെ ഇരിക്കണമെന്ന് നോക്കി ഞാൻ നാക്കിലാണ്. ഇതാണ് മീൻ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 900 ഗ്രാമുള്ളൂട്ട്. ഓക്കെ, ഇതിപ്പോൾ അടിച്ച് കയറ്റിയ മീനാണ് അടി കിടക്കണത്. ഒരു ചേറുമീൻ്റെ എത്രയുണ്ട് മീൻ, ഏകദേശം നാടനാണ് കേട്ടോ. പക്ഷേ ഇതുണ്ട നമ്മുടെ ഗോസ്റ്റിൻ്റെ നടുകുഴിഞ്ഞ തായിലടിച്ചിട്ടാ, ഒരു കുഞ്ഞി തായിയാണ് അതിലടിച്ചത്. കഴിഞ്ഞ ദിവസം ഈ തായി അടിച്ചിട്ട് വിഴുങ്ങിപ്പോയായിരുന്നു. ആ തായി തന്നെ അടിച്ച അത്യാവശ്യം നല്ല ചക്ക പോലത്തെ ഒരു നാട്. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, ടാക്ലറ്റിക്സ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. മഴ ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റാത്തത്. മഴ ടൈമിൽ ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ല, മീൻ അടിക്കില്ല. ഏത് രീതി കിടക്കുന്ന മീനായാലും അടിക്കാൻ പാടാം. പിന്നെ എല്ലായിടത്തും കുറേ വേളാങ്കി പിള്ളേർ കിടന്ന് എറിയണോണ്ട് മീൻ പൊതുവേ അടിക്കണില്ല. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം ഇരിക്കുമ്പോൾ എല്ലാവരും ഓടും, അന്നേരം നമ്മൾ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.